അമൽ തേനപ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. അമൽ, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? മഴയുടെ ശക്തി എങ്ങനെയുണ്ട്? നിലവിൽ വിവരങ്ങൾ എന്താണ്? മോദി, പത്തനംതിട്ട മേഖലയുടെ മലയോര മേഖലയിലൊക്കെ മഴ താരതമ്യേന മാറി നിൽക്കുകയാണ്. രാവിലെ മുതൽ അങ്ങനെ കാര്യമായ മഴ പെയ്യുന്നില്ല. പക്ഷേ പെയ്ത മഴയുടെ ഒരു തീവ്രത നമുക്ക് ഇന്നലെ മനസ്സിലായതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്നത്. ഇതിപ്പോൾ ഞാനുള്ളത് ഈ പുത്തൻകാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ആറന്മുളയിലേക്ക് പോകുന്ന, ചെങ്ങന്നൂരിൽ നിന്നും ആറന്മുളയിലേക്ക് പോകുന്ന വഴിയാണ് ഈ പുത്തൻകാവ്. ആറന്മുളയിലേക്ക് ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല. ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വഴിയിൽ നിറയെ വെള്ളമാണ്. വണ്ടി ഇറങ്ങിയാൽ മുങ്ങിപ്പോകുന്ന തരത്തിൽ വെള്ളമുണ്ട്. ഇതിപ്പോൾ കാണുന്നത് പമ്പയാറാണ്. പമ്പയാറ് നിറഞ്ഞ് കവിഞ്ഞൊഴുകി അതിൻ്റെ തീരത്തേക്കെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. മിക്കവാറും വീടുകളുടെ, ഈ തീരത്തുള്ള മിക്കവാറും വീടുകളുടെ അകത്ത് അടക്കം വെള്ളമുള്ള ഒരവസ്ഥയുണ്ട്. പല ആളുകൾക്കും അടുത്തുള്ള വീടൊക്കെയാണ്, അവിടേക്ക് നടന്നു പോകാനുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ കഷ്ടി നടന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ പല വീടുകളിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന, തൊട്ട് പിന്നിൽ കാണുന്ന ഈ വീട്ടിൽ നിന്നുമെല്ലാം ആളുകളെല്ലാം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ റാന്നിയിലൊക്കെ വെള്ളം നേരത്തെ കയറിയത് പോലെയുള്ള ഒരു വെള്ളക്കയറ്റമില്ല. എങ്കിലും വെള്ളം അവിടെ നിന്നും ഒഴുകി ഇറങ്ങുന്ന വെള്ളം ഇനി വരാനുള്ളത് ഈ ഒരു പ്രദേശത്തേക്കാണ്. ഇവിടേക്ക് വരുമ്പോൾ കൂടുതൽ പ്രശ്നം, ഇപ്പോൾ ഉള്ളതിലും കൂടുതൽ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അവിടെ നിന്നാൽ ആ പാലത്തിലൊക്കെ ആളുകൾ നിന്ന് നോക്കുന്നത് കാണാം. പാലത്തിൻ്റെ താഴെയൊക്കെ മുകളിൽ നിന്നും ഒഴുകി വന്ന മരങ്ങളടക്കമുള്ളവ വന്ന് അടിഞ്ഞു കിടക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇവിടെയുള്ള ആളുകളുണ്ട്. ഈ രാവിലെ മുതൽ ഈ പ്രതിസന്ധി എപ്പോഴത്തേക്ക് റാന്നിയിലൊക്കെ വെള്ളം കുറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ വെള്ളം താഴേക്ക് ഒഴുകിയിറങ്ങിയാൽ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ താണു തുടങ്ങും. 3 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുത്തെ ഭാഗം വെള്ളം താണു തുടങ്ങും. ഇവിടെ താണു തുടങ്ങുമ്പോഴത്തേക്ക് പടിഞ്ഞാറ് പൊങ്ങും. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ താഴേക്കുള്ള സ്ഥലങ്ങൾ ഏത്? പുളിക്കീഴ് ആ സൈഡൊക്കെ 4-5 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ വെള്ളം പൊങ്ങുന്നത്. ഒഴുകിയിറങ്ങുന്ന വെള്ളം അവിടേക്കായിരിക്കും ഇനി പോകുന്നത്. ഈ വീടുകളിൽ നിന്നും ആളുകളെയൊക്കെ മാറ്റേണ്ട വന്നിട്ടില്ല, ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി ഇതിൽ കൂടുതൽ പൊങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടി വരും. എല്ലാവരും അതിന് സെറ്റായിട്ട് നിൽക്കുക. കാരണം 2018 ഓർമ്മയുള്ളത് കൊണ്ട് എല്ലാവരും അത് സെറ്റായിട്ട് തന്നെ നിൽക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേടിപ്പെടുത്തുന്ന ഒരു ഓർമ്മ. 2018 ഓർമ്മ കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ആളുകൾ ജാഗ്രതയോട് കൂടി തന്നെയാണ് ഈ മഴ തുടങ്ങിയപ്പോൾ മുതൽ ഉള്ളത്. പമ്പ ഒഴുകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കലുഷിതമായാണ് പമ്പ ഒഴുകുന്നത്. ശക്തമായ വെള്ളം ഒഴുകി ഇറങ്ങി വരുന്നു. രാവിലെ ചേട്ടാ ഉള്ളതിലും കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നുണ്ട് ചേട്ടാ. അതെ, വെള്ളത്തിന് എടുക്കുന്നുണ്ട്. ഇപ്പം റാന്നി ആ ഭാഗത്ത് വെള്ളം താഴ്ചയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ താഴാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല. ഒരുമാതിരി ചെറുതായിട്ടാണ് ഇപ്പം വെള്ളം പൊങ്ങുന്നത്. വലുതായിട്ട് ഇപ്പം വലിയ പൊക്കമില്ല. അതാണ്. ഇനി നമുക്ക് ആ റോഡിലേക്ക് പോകാം. അത് പുത്തൻകാവിൽ നിന്നും ചെങ്ങന്നൂരിൽ നിന്നും ആറന്മുളയിലേക്ക് പോകുന്ന വഴിയാണ്. അതിൽ പ്രധാന വഴിയിൽ ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നിന്നാണ് ഗതാഗതം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. ഇതിലെ വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. വാഹനം കടന്നു പോയിട്ടുണ്ട് എങ്കിൽ വാഹനം മുങ്ങുന്ന അവസ്ഥയുണ്ടാകും. അതിനാൽ തന്നെ ഈ പുത്തൻകാവിൽ വെച്ച് വാഹനം തടയുകയാണ്. ഇനി ഒരു 3-4 മണിക്കൂർ സമയമെങ്കിലും ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവിടെ വഴിയിലേക്ക് കടന്നാൽ നമുക്ക് കാണാൻ കഴിയും വഴി നിറഞ്ഞ് അവിടെ നിന്നും പമ്പയാറ്റിൽ നിന്നും കയറി വരുന്ന വെള്ളമുണ്ട്. അതോടൊപ്പം തന്നെ മഴയത്ത് ഒഴുകിയിറങ്ങിയ വെള്ളവും അവിടെ ആ റോഡ് കയറ് കെട്ടി അടച്ചിട്ടുണ്ട്. നിറഞ്ഞ് കിടക്കുകയാണ് റോഡ്. അതിലെ ആളുകൾ, അടുത്തുള്ള വീട്ടിലേക്കുള്ള ആളുകളൊക്കെ കഷ്ടി നടന്നു പോകുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും മുട്ടപ്പം വെള്ളത്തിലാണ് നടക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ആഴം കൂടിക്കൂടി, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അതിനാലാണ് വാഹനം ഒരു കാരണവശാലും കടന്നു പോകേണ്ടതില്ല. അല്ലാതെ അടുത്തുള്ള ആളുകൾ, ഈ വഴി പരിചയമുള്ള ആളുകൾ മാത്രം നടന്നു പോയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ശരി, അമൽ തേനപ്പറമ്പിലാണ് പുത്തൻകാവ് നിന്നുള്ള വിവരങ്ങൾ, പത്തനംതിട്ടയിലെ പുത്തൻകാവ് നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവച്ചത്. അവിടുത്തെ ദൃശ്യങ്ങളാണ്. വഴി പരിചയമുള്ള മനുഷ്യർ മാത്രം അതുവഴി കടന്നു പോവുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കുഴികളോ അതിൽ വെള്ളക്കെട്ടോ ഒക്കെ രൂപപ്പെട്ട് അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. തോട്, കുളങ്ങൾ ഇവയൊക്കെ വ്യക്തമായി ധാരണയില്ലാത്ത മനുഷ്യർക്കും അതുവഴിയുള്ള യാത്രാ ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണത് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്.